ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തുന്ന ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രമാണ് ബറോസ്. 3Dയിൽ വരുന്നു. ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷർ എന്ന പേരിൽ ആശീർവാദ് സിനിമാസ് പുറത്തിറക്കുന്ന ചിത്രം ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഇത്ര ഭാഷകളിലാണ് സിനിമ ഇറങ്ങുന്നത്. അതായത് പാൻ ഇന്ത്യൻ വിസ്മയം തീർക്കാൻ തന്നെ ഉറപ്പിച്ചാണ് ഈ ഒരു സിനിമ എത്തുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് പുതിയ ഒരു പോസ്റ്ററാണ് സിനിമയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. ബറോസിനൊപ്പം വൂഡോ ഇതിനകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് എന്ന് ലാലേട്ടൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 5 വർഷത്തെ കാത്തിരിപ്പിനിടയിൽ ഒരുപാട് തവണ വാചാലനായിട്ടുണ്ട് ലാലേട്ടൻ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച്. നമുക്കറിയാം, ഇത് കുട്ടികൾക്ക് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. 3Dയിൽ വരുമ്പോൾ നമ്മൾ പണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ട് നമ്മളുടെയൊക്കെ ആ ഒരു കുഞ്ഞുനാളിൽ എങ്ങനെ വിസ്മയപ്പെട്ടിരുന്നോ അതിന് മുകളിൽ ഇന്നത്തെ കുട്ടികൾ വിസ്മയപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ വിസ്മയപ്പെടുത്തി ഒരു മോഹൻലാൽ ഫാനാക്കും എന്നുള്ളത് ഉറപ്പിച്ച് തന്നെയാണ് ബറോസിൻ്റെ വരവ്. പ്രത്യേകിച്ച് ആരാധകർക്കൊന്നും വലിയ രീതിയിലുള്ള ആകാംക്ഷയോ അല്ലെങ്കിൽ പ്രതീക്ഷകളോ ഒന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും എടുത്തു പറയാം, ഈ പറഞ്ഞ ആരാധകരെ പോലും ഞെട്ടിക്കുന്ന സിനിമയായിരിക്കും ബറോസ്. കാരണം ബറോസിൻ്റെ റിപ്പോർട്ടുകൾ ലഭ്യമായതോടെ നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അതായത് ഒരു വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം തന്നെയായിരിക്കും. ഒന്നറിയാം, മലയാളത്തിലെ ഇന്ത്യയിലെ നമ്പർ 1 താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ. 50 വർഷത്തോളം സിനിമയിൽ അദ്ദേഹം സജീവമായി നിൽക്കുന്നു. സിനിമ അദ്ദേഹത്തിൻ്റെ രക്തത്തിലൂടെ അലിഞ്ഞു ചേർന്നൊഴുകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉള്ള ഒരു വ്യക്തി ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ സാധാരണഗതിയിലുള്ള ചിത്രം പോരാ. നമുക്കറിയാം, ഇവിടെ 5, 6, 10 വർഷമൊക്കെ ആയിട്ടുള്ള നടന്മാർ അല്ലെങ്കിൽ ഒരു സിനിമ അഭിനയിച്ചിരിക്കുന്നവർ വരെ സംവിധാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ആ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ സംവിധാനത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ഒരു മൈൽ സ്റ്റോൺ തന്നെയായിരിക്കണം. അത് തന്നെയായിരിക്കും ബറോസ് എന്നുള്ളത്. അതായത് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി വരികയാണ്. ഒരുപക്ഷെ മലയാളത്തിൻ്റെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ചിത്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരുപാട് സിനിമകൾ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിലും പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് ഒരു മലയാള സിനിമ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഉണ്ട് ചില സിനിമകൾ കേരളത്തിൽ പിടിച്ച് തമിഴ്നാട്ടിലും തെലുങ്കിലുമൊക്കെ വമ്പൻ വിസ്മയം സൃഷ്ടിച്ച സിനിമയുണ്ട്. സമീപകാലത്ത് ഇറങ്ങിയ നമുക്കറിയാം, നമ്മളിപ്പോൾ വെറുതെ പറഞ്ഞാൽ നമ്മൾ സുഭാഷേ എന്നൊരു വിളിക്കുമ്പോൾ ഏത് സിനിമയാണ് എന്നുള്ളത് എല്ലാവരെയും മനസ്സിലെത്തുന്നു. എന്തായാലും പേരുകളിലേക്ക് ഞാൻ വരുന്നില്ല. എന്തായാലും ബറോസ് ഇവിടെ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഡിസംബർ 25-ന് കേരളത്തിൽ മാത്രമല്ല സിനിമ വിസ്മയമാകാൻ പോകുന്നത്, ലോകമെമ്പാടുമായിരിക്കും. അമ്മാതിരി ഒരു ക്വാളിറ്റിയിലാണ് ഈ ഒരു സിനിമ വരുന്നത്. അതായത് ആരാധകർ ഒന്ന് ഉറപ്പിച്ചോളൂ, നിങ്ങൾ തട്ടുപൊളിപ്പൻ സിനിമയ്ക്ക് മാത്രമേ ചൂട്ട് പിടിക്കുള്ളെങ്കിൽ ഇവിടെ ഒന്ന് മാറിപ്പിടിച്ചോളൂ എന്നുള്ളതാണ്. കാരണം ഇത് കുട്ടികളെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഫാമിലി ഇടിച്ചു കയറുന്ന സിനിമയായിരിക്കും. കാലാകാലങ്ങളിൽ മോഹൻലാൽ എന്ന നടൻ്റെ സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതേപോലെ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തത പുലർത്തുന്ന സിനിമകളുമായി, ഐക്കോണിക് മൂവീസുമായി വന്ന നടനാണ് മോഹൻലാൽ. ഈ ഒരു കാലഘട്ടത്തിൽ വേറെ ഒരു തരത്തിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നു. പക്ഷേ ഇനി ഒരു 50 വർഷത്തേക്കുള്ള കുട്ടികളെ പോലും, അല്ലെങ്കിൽ ഇന്ന് കുട്ടിയായിരിക്കുന്ന ഒരാൾ 50 വയസ്സെത്തുമ്പോഴത്തേക്ക് അന്നും അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിത്രമാക്കി മാറ്റും ഈ ഒരു സിനിമ എന്നുള്ളതാണ്. എന്താണേലും വലിയ രീതിയിലുള്ള ഒരു സക്സസ്സിലേക്ക് ഉറപ്പിക്കുന്ന ചിത്രം തന്നെയാണ്. അമ്മാതിരി ഒരു ക്വാളിറ്റി വൈസ് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമായി ഇനിയും വരാനുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കുക. ലാൽ സലാം.